കുറച്ച് ദിവസം മുമ്പ് 24 ചാനലിൽ ഒരു ചർച്ച കണ്ടു. സ്ത്രീകൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ടുള്ള വസ്ത്രമാണോ ധരിക്കേണ്ടത്, അതല്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന രീതിയിലുള്ള ചർച്ചയാണ് 24-ൽ നടന്നത്. രണ്ട് കൂട്ടരാണ് ചർച്ചയിലുണ്ടായിരുന്നത്. അല്പം വസ്ത്രം ധരിക്കുന്നത് മാന്യതയല്ല, മാന്യതയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടത്. ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് പുരുഷന്മാർ അവരെ വൃത്തികെട്ട രീതിയിൽ നോക്കുന്നതും കാണുന്നതുമൊക്കെ. മാത്രമല്ല, സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾക്ക് വരെ കാരണം അത്തരത്തിലുള്ള അല്പവസ്ത്രമാണ് എന്നൊക്കെയാണ് ഒരു കൂട്ടർ പറയുന്നത്. എന്നാൽ മറ്റേ കൂട്ടർ പറയുന്നത്, സ്ത്രീകളുടെ വസ്ത്രദാനത്തിൽ എന്തിനാണ് പുരുഷന്മാർ ഇടപെടുന്നത്? ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ അല്പവസ്ത്രം ധരിച്ചതുകൊണ്ട് മാത്രമൊന്നുമല്ല ഇവിടെ പീഡനങ്ങൾ നടക്കുന്നത്. പർദ്ദയിട്ട പെണ്ണുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും വീട്ടിനുള്ളിൽ അമ്മമാർക്കും പെങ്ങന്മാർക്കും വരെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, ലൈംഗിക ആക്രമണങ്ങൾ നേരിടുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് മറുവിഭാഗം വാദിക്കുന്നത്. ഇത്തരം ചർച്ചകൾ ലോകവ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലാണല്ലോ അത്തരത്തിലുള്ള വസ്ത്രധാരണം ഇന്ന് കൂടിക്കൂടി വരുന്നത്. മാത്രമല്ല, ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മേൽ കുതിര കയറുന്നതും ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. 24-ൽ നടന്ന ആ ചർച്ചയുടെ ഭാഗങ്ങളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം അതൊന്നും നമുക്ക് ക്ഷമയോടെ കേട്ടിരിക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം അലങ്കോലമായിട്ടുള്ളൊരു ചർച്ചയാണ്. ചർച്ച മുഴുവനും ബഹളങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. എന്താണ് പറയുന്നത്, ആരാണ് പറയുന്നതെന്നും ശ്രദ്ധിക്കാനോ അത് വിലയിരുത്താനോ നമുക്ക് പറ്റില്ല. അത്തരത്തിലുള്ള വളരെ അലങ്കോലമായ ഒരു നിയന്ത്രണവുമില്ലാത്ത ചർച്ചയാണത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. എന്നാൽ ആ ചർച്ചയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത, ഒരു തരത്തിലുള്ള ലോജിക്കുമില്ലാത്ത പല കാര്യങ്ങളും. എന്നാൽ അത്തരം കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ആളുകൾ കൂടുതൽ, മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മുന്നോട്ട് വരുന്നത് എന്ന കാര്യം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പറയേണ്ടത് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ കുറച്ചെങ്കിലും ആളുകൾ അത് പറയേണ്ടതുണ്ടല്ലോ. ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഒരു പരിഹാരവും അവരുടെ കയ്യിലില്ല. ഈ പ്രശ്നങ്ങളും ഈ കുറ്റകൃത്യങ്ങളും സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും പരിഹാരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് തെറ്റാണ്, ഇത് കുറ്റമാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിനുള്ള പരിഹാരം അവർ കാണുന്നില്ല. എന്നാൽ അതിനുള്ള പരിഹാരം മുന്നോട്ട് വെക്കുന്നവരുടെ മേൽ അവർ കുതിര കയറുകയാണെന്ന് മാത്രം. അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ അതൊന്ന് പ്രാവർത്തികമായിട്ട് പരീക്ഷിച്ച് നോക്കാനോ ഒന്നും അവർ തയ്യാറല്ല. അത് പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വസ്ത്രത്തിൻ്റെ മേൽ ഇടപെടുന്നത്, ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. ഏതായാലും ആ ചർച്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ആ ചർച്ചയിലേക്ക് വന്ന ഭൂരിഭാഗം സ്ത്രീകളും നിരവധി യുവാക്കളും പറഞ്ഞത്, സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. അത് പൊതു ഇടങ്ങളിലാണെങ്കിലും വീടിനുള്ളിലാണെങ്കിലും അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യമില്ല. അത് തികച്ചും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയാനാണ് ആ ചർച്ചയിലുള്ള ഭൂരിഭാഗം പേരും മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ച് ജൻസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും, ഈ ജൻസികളുടെ കയ്യടി കിട്ടാൻ വേണ്ടി നടക്കുന്ന മറ്റു പലരും, അവരാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചുരുക്കം ചിലർ മാത്രമാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള സ്ത്രീകൾ മാത്രമാണ് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതിയിട്ട് പൊതു ഇടങ്ങളിൽ അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് മാന്യതയില്ല, ശരീരം മറച്ചുകൊണ്ട് മാത്രമേ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന ഒരു വാദം ഉന്നയിച്ചത്. അപ്പോൾ അതിലെ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിന് നിയന്ത്രണമുള്ള ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുവെന്ന, പർദ്ദയും മക്കനയും ഇട്ട് വന്ന പെൺകുട്ടികൾ പോലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്ത്രധാരണത്തെ അംഗീകരിക്കാതിരിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഇസ്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണം കൊണ്ടുവന്നത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്ത്രധാരണത്തിലുള്ള നിയന്ത്രണം എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും പഠിക്കാതെ, അതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ പറയുന്നത് കേട്ട് ഇസ്ലാമിനെതിരെ അങ്ങോട്ട് ഉറഞ്ഞു തൊള്ളുകയാണ് മുസ്ലിം പെൺകുട്ടികൾ പോലും. അപ്പോൾ ഇനി ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? സ്ത്രീകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് പുരുഷന്മാരല്ല, അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഓരോരുത്തരും അവർക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചോട്ടെ, അതിൽ മറ്റാരും ഇടപെടേണ്ടതില്ല. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വസ്ത്രം നോക്കിയിട്ടല്ല പേഴ്സണാലിറ്റി തീരുമാനിക്കേണ്ടത്, അവരുടെ മാന്യത അളക്കേണ്ടത് വസ്ത്രം നോക്കിയിട്ടല്ല എന്നാണല്ലോ ഒരു കൂട്ടർ വാദിച്ചത്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് മാന്യതയ്ക്ക് നിരക്കാത്ത വസ്ത്രം ധരിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾ പല രീതിയിൽ വിലയിരുത്തും.
അങ്ങനെ വിലയിരുത്താനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. അതും വകവെച്ച് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ നിങ്ങളുടെ വസ്ത്രധാരണം കണ്ട് അതിന് വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുമുണ്ട് എന്നുള്ള സ്വാതന്ത്ര്യവും അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടതാണ്. അവനവന് തോന്നിയ പോലെ നിങ്ങൾ വസ്ത്രം ധരിച്ചോളൂ. പക്ഷേ അതെങ്ങനെ വിലയിരുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അത് കാണുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈകടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചാലും നിങ്ങളെ മാന്യമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ എന്ന് വാശി പിടിക്കരുത്. അത് കാണുന്ന ആളുകൾ തീരുമാനിക്കും. മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളെ ഒറ്റ നോട്ടത്തിൽ ആളുകൾ മാന്യന്മാരായിട്ട് ധരിക്കും. മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളെ മാന്യന്മാരല്ല എന്ന് ആളുകൾ കരുതും. അത് സ്വാഭാവികമാണ്. അത് നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്നതാണ്. മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് ഞങ്ങളെല്ലാവരും മാന്യമായിട്ട് കാണണം, ഞങ്ങളെ വസ്ത്രം നോക്കി ഞങ്ങളെ വിലയിരുത്തണ്ട, ഞങ്ങളെ മനസ്സ് നോക്കിയിട്ട് വിലയിരുത്തിയാൽ മതി, അപ്പോൾ ഞങ്ങളെല്ലാവരും മാന്യന്മാരായിട്ട് കാണണമെന്ന് അലമുറയിട്ടിട്ടൊന്നും കാര്യമില്ല. ആളുകൾക്ക് എല്ലാവരുടെയും മനസ്സ് നോക്കാൻ പറ്റില്ല. എല്ലാവരും പിന്നാലെ കൂടിയിട്ട് അവരുടെ സ്വഭാവം നോക്കാൻ പറ്റില്ല. ഓരോരുത്തരും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഓരോരുത്തരുടെ വസ്ത്രധാരണം നോക്കിയിട്ടാണ്. അപ്പോൾ മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുമ്പോൾ ആളുകൾ പല രീതിയിലും വിലയിരുത്തും. അപ്പോൾ ഞങ്ങൾ മാന്യന്മാരായിട്ട് മാത്രമേ വിലയിരുത്താൻ പാടുള്ളൂ, അങ്ങനെ കാണാൻ പാടുള്ളൂ എന്ന് അലമുറയിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുരുഷൻ ഒരു സാരിയോ ഒരു ചുരിദാറോ ഇട്ടിട്ട് പൊതു ഇടങ്ങളിലേക്ക് വന്നാൽ, ഒരു കല്യാണത്തിനോ അങ്ങാടിയിലേക്കൊക്കെ വന്നാൽ ആളുകൾ അവനെ പരിഹാസത്തോടായിരിക്കും നോക്കുക. ചിലപ്പോൾ അവനെ പരിഹസിച്ചെന്ന് വരും. ചിലപ്പോൾ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അവൻ പരിഹസിക്കപ്പെട്ടെന്ന് വരാം. അപ്പോൾ അതിന് അവൻ്റെ സ്വാതന്ത്ര്യമല്ലേ, ഏത് വസ്ത്രം ധരിക്കാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ, നിങ്ങൾ എന്തിനാണ് അവനെ പരിഹസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ നാടിനും ഓരോ സമൂഹത്തിനും യോജിച്ച വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രത്തിന് വിപരീതമായുള്ള വസ്ത്രം ധരിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കും, വിമർശിക്കും. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ്. അവിടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ വേറൊരാൾ ഒരു പഴയ കള്ളിത്തുണിയും ഒരു കീറിയ ബനിയനും ഇട്ടുകൊണ്ട് ബസ്സിൽ കയറി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി, അപ്പോഴും ആളുകൾ അവനെ പരിഹസിക്കും. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടല്ല. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ, ഓരോ സമൂഹത്തിനും അനുയോജ്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ പരിഹസിക്കും, ആളുകൾ വിലയിരുത്തും. അപ്പോഴൊക്കെ നിങ്ങൾ അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുമോ? ഇത് പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, അവരുടെ സഹോദരനോ അവരുടെ ഉപ്പയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വസ്ത്രധാരണം അവരെ സ്വയം ഇഷ്ടപ്രകാരം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോയി. ഇവർ ഫാമിലി ഒരുമിച്ച് കല്യാണത്തിന് പോകുമ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇവരെ കൂടെ പോകുന്ന ഇവരുടെ ഉപ്പയോ സഹോദരനോ ഒരു പഴയ കള്ളിത്തുണിയും കീറിയ ബനിയനും ഇട്ടുകൊണ്ടാണ് കല്യാണത്തിന് ഇവർ കൂടെ പോകുന്നത്. അയാളുടെ കൂടെ പോകാൻ തന്നെ ഇവർക്ക് നാണാവില്ലേ? അപ്പോൾ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? അത് അയാളുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് കൂടെ പോവുകയാണോ ചെയ്യുക? അല്ല അയാളെ ഒഴിവാക്കിയിട്ട് വേറെ പോവുകയാണ് ചെയ്യുക? പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് പാട്. പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമില്ലേ, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ എന്ന് പറയാനൊക്കെ നല്ല എളുപ്പമാണ്, കേൾക്കാനും നല്ല രസമുണ്ടാവും. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കഴിയില്ല. അപ്പോൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു കാര്യമില്ല, പേഴ്സണാലിറ്റിയിലാണ് കാര്യമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അതൊക്കെ നമുക്ക് യോജിച്ച വസ്ത്രം ഒരാൾ ധരിക്കുമ്പോൾ മാത്രമേ അയാളുടെ പേഴ്സണാലിറ്റി വിലയിരുത്തപ്പെടുകയുള്ളൂ. ഒരു മനുഷ്യനെ ആദ്യം കാണുമ്പോൾ തന്നെ വിലയിരുത്തുന്നത് അയാളുടെ വസ്ത്രം നോക്കിയിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ കടന്നു വരികയാണ്. കീറിയ ബനിയനുണ്ട്, അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അയാളെ നമ്മൾ വീട്ടിലേക്ക് കയറ്റുമോ? ചിലപ്പോൾ ഒരു 5 or 10 കൊടുത്ത് മടക്കി വയ്ക്കും അല്ലേ? അയാൾ ആരാണെന്നോ അയാൾ എത്രക്കാരനാണെന്നും നമുക്കറിയില്ല. അയാൾ വലിയ മാന്യനാണെന്നോ അല്ലെങ്കിൽ വളരെ മോശമാണെന്നോ അതൊന്നും അറിയില്ല. നമ്മളെന്ത് ചെയ്യുക? ആ ഒറ്റ കാഴ്ചയിൽ തന്നെ അയാൾക്ക് 5 or 10 കൊടുത്ത് മടക്കി വയ്ക്കും. അതേ സ്ഥാനത്ത് മറ്റൊരാൾ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അയാളോട് നമ്മൾ ആ രീതിയിൽ പെരുമാറുമോ? 5 or 10 കൊടുത്ത് മടക്കി വയ്ക്കുമോ? ഇല്ല. അയാളെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ച് അവിടെ ഇരുത്തി വല്ല വെള്ളമോ ചായയൊക്കെ കൊടുത്ത് ആരാണ്, എന്താണ്, എന്തിനും എന്താണെന്നൊക്കെ മാന്യതയോടെ ചോദിക്കും. അയാൾ ചിലപ്പോൾ വളരെ മോശപ്പെട്ടവനായിരിക്കും, ചിലപ്പോൾ വേഷം മാറി വന്ന കള്ളനായിരിക്കും. എന്നാലും അയാളുടെ വേഷം കണ്ടിട്ടാണ് അയാളെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചിരുത്തിയത്, ചായ കൊടുത്തതൊക്കെ. അപ്പോൾ ഒരാളുടെ വേഷം കണ്ടിട്ടല്ലേ അയാളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. എന്നിട്ട് TV ഷോയിൽ വന്നിരുന്നു കൊണ്ട് ഒരാളുടെ വേഷം കണ്ടിട്ടൊന്നുമല്ല നമ്മൾ പേഴ്സണലായിട്ട് തീരുമാനിക്കുന്നത്, അത് അയാളുടെ സ്വഭാവം കണ്ടിട്ടാണെന്നൊക്കെ വീരവാദം പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇവിടെ എല്ലാവരുടെയും സ്വഭാവം നോക്കാനും ചികഞ്ഞു നോക്കാനൊന്നും ആരും പോവാറില്ല. ഓരോരുത്തരുടെയും വേഷവും മറ്റും നോക്കിയിട്ട് തന്നെയാണ് അയാളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി സാധാരണ അല്പവസ്ത്രം മാത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ടല്ല പോവാറുള്ളത്, ശരീരം മറച്ചുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ആ ഇൻ്റർവ്യൂവിന് പോവൂ. ആ സ്ത്രീക്കറിയാം അങ്ങനെ പോയാലേ ആ ജോലി കിട്ടൂ എന്നുള്ളത്.
എന്തുകൊണ്ടാണ് എന്നും ധരിക്കുന്ന അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ ഇൻ്റർവ്യൂവിന് പോവാത്തത്? അതൊരു മാന്യമായ വസ്ത്രമല്ല എന്ന് അത് ധരിക്കുന്ന ആൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ വസ്ത്രം മാറ്റി ശരീരം മറച്ചുകൊണ്ടുള്ള മാന്യമായ വസ്ത്രം ധരിക്കുന്നത്. അതേ സ്ത്രീ തന്നെയാണ് പറയുന്നത്, ഈ അല്പവസ്ത്രത്തിന് എന്ത് കുഴപ്പമുള്ളത്? ഈ വസ്ത്രം ധരിച്ചത് കൊണ്ട് ഞങ്ങൾ മാന്യന്മാരല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ എന്നാലും ജോലി കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചാലേ എന്ന് ആ സ്ത്രീക്കറിയാം. ഇനി അതൊക്കെ പോട്ടെ, സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിച്ചോട്ടെ. നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അമ്മയോ മകളോ ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ വല്ല ബസ്സിൽ കയറാനോ പാർക്കിലേക്കൊക്കെ പോവുകയാണ്, നിങ്ങൾ തടയൂലേ? അത് മകളോ അല്ലെങ്കിൽ സഹോദരിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിലും അവരാഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിലും അത് അവളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ വകവെച്ച് കൊടുക്കുമോ? ഇല്ല, നിങ്ങൾ തടയും. വലിയ വീരവാദം വഹിക്കുന്ന പ്രായമായ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്. അവരുടെ മകൾ ബിക്കിനി ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ തടയൂല അവരെ? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് വകവെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. മകളെ മാന്യമായിട്ട് വസ്ത്രം ധരിപ്പിച്ചിട്ടല്ലാതെ കല്യാണത്തിന് പോകാൻ സമ്മതിക്കൂല, ആരും സമ്മതിക്കൂല. അവിടെ വലിയ വീരവാദം വഹിക്കുക ചില ആണുങ്ങളുണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, അവരുടെ പെങ്ങളോ അവരുടെ അമ്മയോ ബിക്കിനി ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ പറയൂലേ, എന്തിനാണ് അമ്മ ഇങ്ങനെ ഇട്ട് പോകുന്നത്, എന്തിനാണ് സഹോദരി ഈ രീതിയിൽ പോകുന്നത്, മാന്യമായി വസ്ത്രം ധരിച്ചു പൊയ്ക്കൂടെ എന്നുള്ളത് പറയൂലേ? TV ഷോയിൽ വന്നുകൊണ്ട് വീരവാദം വഹിക്കാനൊക്കെ പറ്റും, പക്ഷെ അതൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യമല്ല നോക്കുന്നത്, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ല അവിടെ നോക്കുന്നത്, അവിടെ നമ്മുടെ അഭിമാനമാണ്. മറ്റുള്ളവർ ഏത് വേഷത്തിൽ വന്നാലും അത് അവരുടെ സ്വാതന്ത്ര്യം. എന്നാൽ തങ്ങളുടെ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾ ആ രീതിയിൽ പുറത്തിറങ്ങാൻ ഇവർ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കൂല. ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി പറയാൻ മാത്രമേ പറ്റൂ. ഇവിടെ ഓരോ നാട്ടിലും ഓരോ സമൂഹത്തിനും ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് യോജിച്ച രീതിയിലേ വസ്ത്രം ധരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആളുകൾ പ്രതികരിക്കും, ആളുകൾ പരിഹസിക്കും, അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത്? എനിക്ക് ഈ രാജ്യത്ത് ഏത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ചൊക്കെ നമ്മോട് ബന്ധപ്പെട്ടവരെ കൂടി പരിഗണിക്കണം, കുറച്ചൊക്കെ മറ്റുള്ളവരുടെ അഭിമാനം കൂടി നമ്മൾ നോക്കണം. അല്പവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നത് കൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അക്രമങ്ങൾ വർദ്ധിക്കുന്നത് എന്നത് തീർത്തും തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. പർദ്ദയിട്ട പെണ്ണുങ്ങൾക്ക് അക്രമം നേരിടുന്നുണ്ടല്ലോ, സ്വന്തം വീട്ടിലെ അമ്മക്കും പെങ്ങൾക്കും വരെ അക്രമം നേരിടുന്നുണ്ടല്ലോ. അവരൊക്കെ ശരീരം കാണിച്ച് പുറത്തിറങ്ങി നടന്നിട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, അതൊക്കെ അപൂർവം ചില കേസുകൾ മാത്രമാണ്. ഹെൽമറ്റ് ധരിക്കാതെ 2 വീലർ ഓടിക്കാൻ പാടില്ല. 2 വീലർ ഓടിക്കുന്ന ആൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. അതെന്തിനാണ്? അപകടം പറ്റാതിരിക്കാൻ. എന്നാൽ ഹെൽമറ്റ് ധരിച്ച് വണ്ടി ഓടിക്കുന്ന എത്രയോ ആളുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഹെൽമറ്റ് നിർബന്ധമാക്കുമ്പോൾ അവരോട് അത് ചോദിച്ചാൽ മതിയോ? ഹെൽമറ്റ് ധരിച്ചവർക്കും അപകടം പറ്റുന്നുണ്ടല്ലോ, പിന്നെന്തിനാണ് ഹെൽമറ്റ് ധരിക്കാൻ നിർബന്ധിക്കുന്നതെന്ന് അവരോട് പറഞ്ഞാൽ മതിയോ? അതൊന്നും ഒരു ന്യായമേ അല്ല. ഒരാൾ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത്, അപകടം പറ്റും, നിയന്ത്രണം വിടുമെന്ന് പറയുമ്പോൾ, സാറേ മദ്യപിക്കാതെ വണ്ടി ഓടിക്കുന്നവർക്കും അപകടം ഉണ്ടല്ലോ, എത്രയോ പേർ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിയിട്ട് അപകടം പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ മദ്യപാനമൊന്നുമല്ല അപകടത്തിൻ്റെ കാരണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ തടയണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപകടം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതാണ് ഈ ഹെൽമറ്റ് നിർബന്ധമാക്കുന്നതിലൂടെയും മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറയുന്നതിലൂടെയൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത്, നമ്മുടെ നിയമപാലകർ ചെയ്യുന്നത്. അപകടം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെയാണ് ശരീരം മറച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ലൈംഗിക ആക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ്. ശരീരം മറക്കാതെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ പുരുഷന്മാരിൽ ലൈംഗിക ആസക്തി കൂട്ടുകയും അങ്ങനെ ഏതെങ്കിലും വൃത്തികെട്ട ആണുങ്ങളാൽ നമ്മൾ ലൈംഗികമായി ആക്രമിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ശരീരം മുഴുവൻ മറച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാമെന്ന് തീരുമാനിച്ചാൽ അവിടെ അപകട സാഹചര്യം, ലൈംഗിക ആക്രമണത്തിലുള്ള സാഹചര്യം കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നടന്ന ലൈംഗിക ആക്രമണങ്ങൾ എടുത്തു നോക്കുമ്പോൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾക്കാണോ, ശരീരം മുഴുവൻ തുറന്നിട്ട് നടക്കുന്ന സ്ത്രീകൾക്കാണോ കൂടുതൽ ലൈംഗിക ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടാവുക? അതൊന്ന് പരിശോധിച്ച് നോക്കൂ, അപ്പോൾ ബോധ്യപ്പെടും. ഇവിടെ ശരീരം മുഴുവൻ തുറന്നിട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ആക്രമണങ്ങളെ അപേക്ഷിച്ച് ശരീരം മറച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് അപകടം വളരെ കുറവാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. വെറുതെ മുടന്ത് ന്യായം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ശരീരം മുഴുവൻ മറച്ച് പുറത്തിറങ്ങണമെന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ സ്ത്രീകൾ ഇറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും സ്ത്രീകൾ ശരീരം മറച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആളുകൾക്ക് വലിയ നേട്ടമാണ്. അവർക്ക് എന്തെങ്കിലും ഭൗതിക നേട്ടമുണ്ടോ ഈ സ്ത്രീകളെ ശരീരം മറച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ?
അവർക്കൊരു പക്ഷേ നേട്ടമുണ്ടാവുക ഇവർ മുഴുവൻ തുറന്നു കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാലായിരിക്കും. ഇത് കണ്ട് ആസ്വദിക്കാമല്ലോ, ഇത് നോക്കി ആസ്വദിക്കാമല്ലോ. അപ്പോൾ ആ ആസ്വാദനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശരീരം മറച്ച് പുറത്തിറങ്ങാനാണ് അവർ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടാണോ? അതെങ്കിലും ചിന്തിച്ചാൽ പോരെ. ശരീരം മറച്ചുകൊണ്ട് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതൊക്കെ വെറുതെ പറയാണ്. സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്, ശരീരം മുഴുവൻ മറച്ച് പുറത്തിറങ്ങുന്നവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ വെറുതെ മുടന്തിന്യായങ്ങൾ പറയാണ്. അതിലൊന്നും ഒരു വസ്തുതയില്ല. ഇവിടെ ഒരു സ്ത്രീ ട്രെയിനിൽ വെച്ച് ലൈംഗികമായി അക്രമം നേരിട്ടപ്പോൾ വേഗം ടോയ്ലറ്റിൽ ചെന്ന് ആ ടോയ്ലറ്റിൽ കണ്ട ഒരു പർദ്ദ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈംഗിക ആക്രമണവും തനിക്കുണ്ടായിട്ടില്ല എന്ന് എഴുതി വെച്ചത് ആരാണ്? കമല സുരയ്യാണ്. തൻ്റെ ജീവിത അനുഭവമാണ് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത കാര്യം എന്താണ്? ഇവിടെ ലൈംഗിക ആക്രമണങ്ങൾ നേരിടുമ്പോൾ അതിനിരയായ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് ചെയ്ത പുരുഷന്മാരെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അല്ലാതെ അതിനിരയായ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലാണോ നിങ്ങൾ കുറ്റം കണ്ടെത്തേണ്ടത്? അങ്ങനെ കുറ്റം കണ്ടെത്തിക്കൊണ്ട് അത് ചെയ്ത പുരുഷന്മാരെ എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതിനും കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. ഒരു പേപ്പട്ടി നമ്മൾ പോകുന്ന വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പട്ടി കടിക്കുമെന്ന് ഒന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നുകിൽ വഴിമാറി സഞ്ചരിക്കും, അല്ലെങ്കിൽ ആ പട്ടി അവിടുന്ന് പോകുമ്പോഴും കാത്തിരിക്കും, അല്ലേ? സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ തടഞ്ഞു നിർത്തും, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഈ റോഡ് എനിക്ക് നടക്കാനുള്ളതല്ലേ, എനിക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം തന്നിട്ടില്ലേ? ആ പട്ടിയല്ലേ തെറ്റുകാരൻ, പട്ടി അങ്ങോട്ട് മാറിപ്പോയിക്കോട്ടെ, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയില്ല, അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുക? ആ പേപ്പട്ടിയുടെ കടി കൊണ്ട് ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യമോ നിയമമോ അല്ല നോക്കേണ്ടത്. നമുക്ക് അപകടം പറ്റാതിരിക്കാൻ എന്ത് സുരക്ഷയാണ് സ്വീകരിക്കേണ്ടത്, അതാണ് അവിടെ നോക്കേണ്ടത്. ഇവിടെ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആ കുട്ടികളോ മറ്റുള്ള മനുഷ്യരോ ഒരു തെറ്റും ചെയ്യുന്നില്ല, അവരുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റം സംഭവിച്ചിട്ടില്ല. എന്നിട്ടും ആ പേപ്പട്ടി പോകാൻ വേണ്ടിയിട്ട് അവരൊരുപാട് നേരം ഇവിടെ കാത്തിരുന്നു, അല്ലെങ്കിൽ അവർ മറ്റു വഴിക്ക് സഞ്ചരിച്ച് വീട്ടിലേക്ക് എത്തി, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും. അതുപോലെ നമ്മളൊരു കാട്ടിലൂടെ വണ്ടിയുമായിട്ട് പോകുമ്പോൾ ഒരു കാട്ടാന റോഡിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ആ ആന പോവുകയോളം നമ്മൾ അവിടെ കാത്തിരിക്കും, അല്ലെങ്കിൽ ആ ആനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നോട്ട് പോരും. അതാണ് ചെയ്യുക. അല്ലാതെ ഇത് വണ്ടിക്ക് സഞ്ചരിക്കാനുള്ള റോഡല്ലേ, നമ്മൾ ടാക്സ് കൊടുത്തിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്, നമുക്ക് ലൈസൻസ് ഉണ്ടല്ലോ, നമ്മൾ മദ്യപിച്ചിട്ടില്ലല്ലോ, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടല്ലേ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ പിന്നോട്ട് പോകുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമുക്ക് മുന്നോട്ട് പോവാം. ആനയ്ക്ക് സഞ്ചരിക്കാൻ അവിടെ കാടുണ്ടല്ലോ, ആന എന്തിനാണ് റോട്ടിൽ വന്നത്? ആന മാറിപ്പോയിക്കൊള്ളട്ടെ, ഞാൻ മുന്നോട്ട് പോകുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒന്നുമില്ല, ആന എടുത്ത് വലിച്ചു കയറി കുഴിയിലോട്ട് പെട്ടെന്ന് പോവാം, അത്രേ സംഭവിക്കൂ. അവിടെ ആരാണ് തെറ്റുകാരെന്നോ നിയമം ആരുടെ ഭാഗത്താണെന്നോ അല്ല നോക്കേണ്ടത്. നമ്മുടെ സുരക്ഷയാണ് അവിടെ ഏറ്റവും വലുത്. അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേട് ഇലക്കാണ്. ഈ പഴമൊഴി എപ്പോഴും നമ്മുടെ ചിന്തയിലുണ്ടാവണം. അതൊക്കെ മറന്നുകൊണ്ട് ആരൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫിലോസഫി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ഭാര്യയുടെയോ നമ്മുടെ മക്കളുടെയോ ഒക്കെ വസ്ത്രധാരണം കൊണ്ട് ഏതെങ്കിലും ഞരമ്പ് രോഗിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് അവരെ നമ്മളെ ഭാര്യയെയോ മകളെയോ ആക്രമിച്ചാൽ, അവരതിന് ഇരയായി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. അവരുടെ അല്പവസ്ത്രം നമ്മൾ കാണുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് അനുവദിച്ചു കൊടുത്താൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും മാന്യന്മാരാവണമെന്നില്ലല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഞരമ്പ് രോഗികളുണ്ട്. ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ മകളുടെയോ ഭാര്യയുടെയോ മേൽ അവർ ചാടി വീണാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ 4-5 ആളുകളുണ്ടാവും. നമ്മുടെ ഭാര്യയുടെയോ മകളുടെയോ മാനം നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ ഭാര്യ ഒരു തെറ്റുകാരനല്ല, എൻ്റെ മകൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ചു എന്നേ ഉള്ളൂ, ആ ചെറുപ്പക്കാരാണ് തെറ്റുകാർ, അവരെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ശിക്ഷിച്ചാലും നമ്മുടെ ഭാര്യയ്ക്കും മകൾക്കും നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടൂല. അപ്പോൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ശരീരഭാഗങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന നമ്മുടെ മകളെയോ ഭാര്യയോ നമ്മൾ തടഞ്ഞില്ല എങ്കിൽ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അയാളെ പിടിച്ച് ജയിലിൽ അടച്ചതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മാനം ചിലപ്പോൾ മകളുടെയോ ഭാര്യയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടിട്ട് കുറേ വിലപിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? പിന്നെ നാടായ നാട് മുഴുവൻ അത് അവളുടെ സ്വാതന്ത്ര്യമല്ലേ, അവരെന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത്? ആ ചെറുപ്പക്കാരെ ജയിലടച്ചാൽ പോരെ, ഇനി അവരെ ജയിലിലടച്ചു തൂക്കിക്കൊന്നു, എന്നാലും നമുക്ക് നഷ്ടപ്പെടുത്തി തിരിച്ചു കിട്ടുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ യാത്ര പോകുമ്പോൾ, ഫാമിലി ആയിട്ടൊക്കെ യാത്ര പോകുമ്പോൾ വീട് പൂട്ടിപ്പോവാറുണ്ട് അല്ലേ? എന്തിനാണ്? കള്ളന്മാരെ പേടിച്ചിട്ട്. നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ള പലതും ഉണ്ടാവും, അത് കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീട് പൂട്ടിപ്പോവാറുണ്ട്. എന്നാലും നമ്മൾ വിചാരിക്കുകയാണ്, എന്തിനാണ് ഇപ്പോൾ ഞാൻ വീട് പൂട്ടുന്നത്? കള്ളന്മാരല്ലേ തെറ്റ് ചെയ്യുന്നത്, അവരെ പോലീസ് പിടിക്കട്ടെ, അവരെ ശിക്ഷിക്കട്ടെ. വീട് പൂട്ടാനും പൂട്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ എനിക്കുണ്ട്. എൻ്റെ വീട്ടിലെ സാധനങ്ങൾ ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്,
അത് പൂട്ടിപ്പോവണോ പൂട്ടാതെ പോകണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടാതെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ഒരു സാധനവും ബാക്കിയുണ്ടാവില്ല. പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വീട് പൂട്ടിയില്ല എന്ന് ചോദിക്കൂ. അപ്പോൾ അതെൻ്റെ സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾ തെറ്റ് ചെയ്ത കള്ളന്മാരെ പിടിക്കൂ എന്ന് പോലീസിനോട് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കും. അതേ ഉണ്ടാവും. ഇനി ഒരു വീട്ടിൽ മോഷണം നടന്നു. അപ്പോൾ മോഷണം നടന്ന വീട്ടിൽ പോയിട്ട് അയൽവാസി പറയുകയാണ് നിങ്ങൾ CCTV വെച്ചാൽ എന്നാൽ ഇനിയും അത്തരത്തിലുള്ള മോഷണങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് കാശ് മുടക്കി CCTV വെക്കുന്നത്? ഞാനിവിടെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് താമസിക്കുന്നത്. ഞാൻ വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഞാൻ എന്തിന് പണം മുടക്കി CCTV വെക്കണം? അത് മോഷ്ടിക്കാൻ വരുന്നവരോ അത് അപഹരിക്കാൻ വരുന്നവരോ അവരല്ലേ തെറ്റുകാർ. അവരെ പിടിച്ച് ജയിലിലടക്കാനുള്ള നിയമം ഇവിടെ അല്ലേ? അല്ലെങ്കിൽ അവരെ ഉപദേശിച്ച് നന്നാക്കിയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ആരും ചിന്തിക്കുമോ? അതേപോലെ തന്നെയാണ് ഈ വസ്ത്രധാരണത്തിലും. നമ്മളൊരു റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് ഒരാൾ വാഹനം ഓടിച്ച് വരുന്നുണ്ട്. അയാളെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നേരേക്ക് വാഹനം ഇടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓടി മാറും. അല്ലാതെ ഇത് എനിക്ക് നടക്കാനുള്ള വഴിയാണ്, എനിക്കിവിടെ നടക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതിന് എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യം അനുവദിച്ചു തന്നിട്ടുണ്ട്, ആ മദ്യപിച്ച് ലെക്ക് കെട്ട് വരുന്ന വാഹനം ഓടിക്കുന്ന ആളെ വേണമെങ്കിൽ പോലീസ് പിടിച്ചോട്ടെ, അല്ലെങ്കിൽ അയാളെ ഉപദേശിച്ച് നന്നാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമോ? ഇല്ല, നമ്മൾ ഓടി മാറും. ഇവരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞ് നിന്നാൽ എന്ത് സംഭവിക്കുക? വേഗം കുഴിയിലോട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ നിന്നും തെറ്റുകാരാരാണെന്നോ കുറ്റം ചെയ്തത് ആരാണെന്നോ നിയമം എന്താണെന്നോ എല്ലാം നോക്കുക. നമുക്ക് സുരക്ഷയ്ക്ക് എന്താ ചെയ്യേണ്ടത് അത് വേഗം ചെയ്യുക. അതാണ് ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നത്? ഉദാഹരണങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കാര്യം ബോധ്യപ്പെടും. നമ്മൾ കുറേ വയത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറേ ഖുർആനിലുള്ള കാര്യങ്ങളോ ഹദീസുകളോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും പൊതുജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം. വീടിന് CCTV വെക്കുന്നത്, നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത്, നമ്മൾ രാവിലെ വ്യായാമം ചെയ്യുന്നത്, നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നത്, നമ്മൾ അപകടം വരാതെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നത്, അങ്ങനെ നമ്മുടെ ജീവിതം സുരക്ഷമാക്കാനുള്ള ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അല്പവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ അവരുടെ മാനം നഷ്ടപ്പെടാതിരിക്കാൻ, അവരുടെ മേൽ ആരെങ്കിലും ലൈംഗിക ആക്രമണം നടത്താതിരിക്കാൻ മാന്യമായ ശരീരം മറച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കലും ഒരു മുൻകരുതലാണ്, ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ മാത്രം ഒരു സൂക്ഷ്മതയില്ല, അത് മാത്രം സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചിട്ട് വിലപിച്ചിട്ടൊരു കാര്യമില്ല. നമുക്കിവിടെ ഏത് വസ്ത്രം ധരിക്കാനും എങ്ങനെ നടക്കാനും എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുന്നത് നമുക്ക് വരാനുള്ള രോഗങ്ങൾ തടയാനാണ്, നമുക്ക് വരാനുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, സുരക്ഷയോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഒരു നിയന്ത്രണം വളരെ നല്ലതാണ്. ഒരു അപകടം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നത്തിൽ ആ അപകടത്തിൽ തെറ്റുകാരനെ കണ്ടുപിടിക്കുന്നത് പകരം ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള, ആ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുന്നതല്ലേ നല്ലത്? ആ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കലല്ലേ നല്ലത്? നിങ്ങൾ ചിന്തിക്കൂ ഏതാണ് വേണ്ടതെന്നുള്ളത്. ഇവിടെ ഇത്രയധികം പോലീസും പട്ടാളവും കോടതിയും നിയമപാലകർക്ക് ഉണ്ടായിട്ടും എത്ര കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ പെരുകുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നിയമങ്ങൾ കൊണ്ടൊന്നും അല്ലെങ്കിൽ ശിക്ഷകൾ സ്വീകരിച്ചത് കൊണ്ടൊന്നും കുറ്റകൃത്യങ്ങൾ കുറയൂല. നമുക്ക് അപകടം വരാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാതെ പോലീസും പട്ടാളവും കോടതിയിൽ നിന്നുണ്ടായിട്ടും എല്ലാ അപകടങ്ങളും തടയാനും കഴിയില്ല, എല്ലാ കുറ്റകൃത്യങ്ങളും തടയാനും കഴിയില്ല. നമ്മൾ ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ തന്നെ നോക്കണം. ഇവിടെ ലൈംഗിക ആക്രമണം നടത്തരുത് എന്നോ പീഡനങ്ങൾ നടത്തരുതെന്നോ ആർക്കും അറിയാഞ്ഞിട്ടാണോ? അവരെ ഉപദേശിക്കുകയല്ലേ വേണ്ടത്, അവരെ നേരെയാക്കിയല്ലേ വേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും അവർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. ഇവിടെ മുസ്ലിങ്ങൾ തന്നെ എത്രത്തോളം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ചെറുപ്പകാലം മുതൽ മദ്രസയിൽ ഒരുപാട് പഠിച്ച ആളായിരിക്കും, നിരന്തരമായിട്ട് പ്രഭാഷണങ്ങൾ കേട്ട ആളായിരിക്കും, എന്നിട്ടും ആക്രമണം നടത്തുന്നില്ലേ? അപ്പോൾ ഇതൊന്നും അറിയാഞ്ഞിട്ടോ ഉപദേശങ്ങൾ കേൾക്കാഞ്ഞിട്ടോ അല്ല. അതൊക്കെ ചിലർക്ക് ഓരോ അസുഖം ഉണ്ടാകും, അവരങ്ങോട്ട് ചെയ്തു പോവും. അതല്ലാതെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ ഉപദേശിച്ച് നേരെയാക്കാനൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം വരാതിരിക്കാൻ ഒരാൾ ഉപദേശിക്കുമ്പോൾ അയാളോട് തട്ടിക്കയറിയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് തട്ടിക്കയറിയിട്ട് ഒരു കാര്യമില്ല. അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കുക. അയാൾ പറഞ്ഞ പോലെ നടന്നാൽ എനിക്ക് അപകടം വരാതിരിക്കുമോ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. അത് പറയുമ്പോഴേക്കും എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈകടത്തുകയാണെന്ന് പറഞ്ഞ് ചാടിക്കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. സ്വയം അപകടം വിളിച്ചു വരുത്തിയിട്ട് അതൊക്കെ വലിയ പുരോഗമനമാണ്, അതൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മളെല്ലാ മുൻകരുതലെടുത്താലും എല്ലാം ശ്രദ്ധിച്ചാലും ചില അപകടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും. അത് നമ്മുടെ വിധിയാണ്. അത് എത്ര തടഞ്ഞാലും എത്ര ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴി തങ്ങൂല, എന്തായാലും വരും.
അത് നമ്മുടെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കുക. എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്നിട്ടും അപകടം നമുക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കുക. അത്രയും നിവൃത്തിയുള്ളൂ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.